വിളിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് തിരിച്ചു വിളിക്കാം. ഹലോ മോളെ. ആന്റി, ഒരു മിസ് കോള് കണ്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? ദിവസം എണ്ണി കഴിയുന്ന ഒരാൾക്ക് നന്നായിരിക്കുന്നു എന്ന് പറയാൻ ആവില്ലല്ലോ മോളെ. മനസ്സും ശരീരവും എല്ലാം ഒരവസാന യാത്രയ്ക്ക് തയ്യാറായിരിക്കുക. ഒരാഗ്രഹം ഇപ്പോഴും ഉള്ളില് അടങ്ങാതെ കിടക്കുന്നതുകൊണ്ട് ശ്വാസം നിലച്ചു പോകുന്നില്ല എന്ന് മാത്രം. ദയവേത് ഉള്ള ധൈര്യം കൂടി ചോർത്തി കളയരുത്. എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, വിഷമിക്കരുത്. എനിക്കിപ്പോ ഒരു വിഷമമേ ഉള്ളൂ. ഗൗതം സത്യം അറിയണം. എന്റെ മോൻ എന്നെ അമ്മയെന്നൊന്ന് വിളിക്കണം. അത് സാധിക്കാതെ മരിക്കേണ്ടി വരുമെന്ന് മാത്രമാ എന്റെ വിഷമം. ഇന്നലെ ഗൗതമനെ കണ്ടപ്പോ മോളെല്ലാം അവനോട് പറഞ്ഞുന്നാ ഞാൻ കരുതിയത്. പക്ഷേ എനിക്ക് തെറ്റുപറ്റിയെന്ന് പിന്നീട് മനസ്സിലായി. ഞാനാണ് നിനക്ക് ജന്മം നൽകി ഉപേക്ഷിച്ചു പോയ ആ അമ്മയെന്ന് ഗൗതമനോട് അപ്പ പറയാനുള്ള ധൈര്യം എനിക്കില്ലാതെ പോയി. മോളെന്താ അവനോടൊന്നും പറയാതിരുന്നത്? ഞാനത് പറയാം ആന്റി. എപ്പോ? ഞാൻ മരിച്ചതിന് ശേഷമോ? എന്റെ പ്രാണൻ അല്പാൽപമായി എന്റെ ദേഹം വിട്ടുപോയിക്കൊണ്ടിരിക്കുക. എല്ലാം അവസാനിക്കാൻ ഇനി അധിക ദിവസം ഉണ്ടാവില്ല. മോൾ എന്റെ അവസ്ഥ പാർവതിയോട് പറഞ്ഞോ? അവളപ്പോ ഒന്നും ഗൗതമിനെ അറിയിക്കണ്ടെന്ന് പറഞ്ഞു വിലക്കി കാണുമല്ലേ? അതോ കുറച്ചു നാളുകൂടി എന്നോട് കള്ളം പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോയാ ഞാനങ്ങ് ചാകുമല്ലോ എന്നും അതോടെ ഈ തലവേദന അവസാനിക്കുമല്ലോ എന്നും കരുതിയോ? ആന്റി, ഇങ്ങനെയൊന്നും പറയില്ല. ആന്റി എന്നെ ഒന്ന് മനസ്സിലാക്ക്. അതെ മോളെ, മോളോട് ഞാനും പറയുന്നത് അത് തന്നെയാ. എന്നൊന്ന് മനസ്സിലാക്ക്. അവൻ അമ്മയെന്ന് വിളിക്കുന്നതും കേട്ടുകൊണ്ട് എനിക്ക് ഈ ലോകം വിട്ടു പോണം. അതൊന്ന് സാധിച്ചു തരുമോ? ഉറപ്പായും ഞാൻ ഗൗതമിനോട് അസത്യം പറയാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം കൂടി തരണം. എത്ര സമയം വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അത്ര സമയം ദൈവം എനിക്ക് തരുമെന്നറിയില്ല. ഇന്ന് മോള് വെച്ചോ. മരുന്നുകളൊക്കെ നിർമ്മലന്റെ കൃത്യസമയത്ത് കഴിക്കണം. മനസ്സിന് ധൈര്യം കൊടുക്കണം. ഞങ്ങള് ഒന്ന് അമ്പലത്തിൽ പോവാ. ഞാൻ പ്രാർത്ഥിക്കാം ആന്റി. ശരി മോളെ. ഇത്രയും നേരം ഇവിടെ എന്തെടുക്കായിരുന്നു? ആരായിരുന്നു ഫോണില്? എന്തിനാ കണ്ണൊക്കെ നിറയുന്നത്? നീ ഇത്രയും നേരം സംസാരിച്ച നിർമ്മലാമ്മയോടല്ലേ? നിർമ്മലാമ്മ എന്തു പറഞ്ഞു? അസുഖമൊന്നും കൂടിയിട്ടില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടെങ്കിലും സങ്കടപ്പെട്ടിട്ടും കണ്ണു നിറച്ചിട്ടും എന്താ കാര്യം?
നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്തു കൊടുക്കാം. അസുഖത്തിന്റെ ഗൗരവം വെച്ച് നോക്കിയാൽ ഡോക്ടർ പറഞ്ഞ സത്യം. എത്രത്തോളം ഇനിയുള്ള കാലം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നഷ്ടപ്പെട്ടു പോയ മകനെ കാണണമെന്ന് ആ പെറ്റമ്മയുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടാവണം. അവനരികിൽ ചെന്ന് അമ്മയെ നിന്ന് വിളിച്ചതിന് ശേഷം ആ പ്രാണൻ പോയാലും കുഴപ്പമില്ലായിരുന്നു. പാവം, നിർമ്മലാമ്മയ്ക്ക് ആ ഭാഗ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഗൗതം, അമ്മ വിളിക്കുന്നു, പെട്ടെന്ന് പോകാം. ഇതെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഇപ്പൊ തന്നെ താമസിച്ച് വാ. ഞങ്ങള് വന്നോളാം. നീ ഒരു കാര്യം ചെയ്യ, ചെന്ന് വഴിപാടിന് രസീത് എഴുതും. ഈ വഴിപാടെന്ന് പറഞ്ഞ എന്തൊക്കെയാ നടത്തേണ്ടത് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മയോട് വാമേ. എടാ, ഇത്രയും പ്രായമായിട്ട് ഒരു വഴിപാട് എഴുതാൻ പോലും അറിയില്ലേ പിന്നെ നിനക്ക്? അതല്ലേ ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യം. അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്, അതും അറിഞ്ഞിരിക്കണം. ഇന്നൊരു കാര്യം ചെയ്യ്, ഏട്ടത്തി പറഞ്ഞാ ഞാൻ രസീത് പോയി എഴുതി വാങ്ങിച്ചിട്ട് വരാം. പോരെ? എടാ, നിരത്തി പിടിച്ച എല്ലാവർക്കും ഒന്നും എഴുതിക്കണ്ട. ഒരു കുടുംബാർച്ചന, പിന്നെ നിന്റെ പേരിൽ ഒരു മാംഗല്യ സൂക്തം. എന്റെ പേരിൽ മാംഗല്യ സൂക്തോ? അതെന്തിന്? മാംഗല്യ സൂക്തം നടത്തുന്നത് എന്തിനാ? എത്രയും വേഗം ഏറ്റവും നല്ലൊരു വിവാഹം നടത്താൻ, അല്ല പിന്നെ. അതെ, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾക്കൊക്കെ എന്താണ് ഇനി ഒരു കല്യാണോ? വേറെ പണിയൊന്നുമില്ലേ? അതെന്താടാ, ആരും ഈ നാട്ടിൽ പുനർവിവാഹം ഒന്നും നടത്താറില്ലേ? ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണല്ലോ ഇവന്റെ വർത്താനം. എന്റെ ഏട്ടാ പ്ലീസ്, ഒരെണ്ണത്തിന്റെ ക്ഷീണം തന്നെ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. വിവാഹം എന്ന് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ പേടിയാ എനിക്ക്. ദയവ് ചെയ്ത് ആ ഒരു കാര്യം എന്നോട് പറയാൻ നിൽക്കല്ലേ ആരും, പ്ലീസ്. ആഹാ, കുടുംബസമേതാണല്ലോ വരവ്. എന്താ വിശേഷം വല്ലതുണ്ടോ? എന്താ പ്രണവേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഏയ് ഒന്നുമില്ല. ഇയാളുടെ വിവാഹ കാര്യമൊക്കെ എന്തായി പാർവതിയമ്മേ? ആലോചനയൊക്കെ നടക്കണുണ്ടോ? ഞാനൊരു പഞ്ചദുർഗ യന്ത്രത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, എഴുതിക്കാൻ ഏൽപ്പിച്ചായിരുന്നു ആരെങ്കിലും? വേഗത്തിൽ വിവാഹം നടക്കാൻ അത് വെച്ച് പൂജിക്കണത് നല്ലതാ. വിവാഹം